ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. രാത്രികാലം കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിപ്പാൻ എല്ലാ കൃപകളും കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. വീണ്ടും പൊന്നപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, ജോസ് പാസ്റ്ററെ ദൈവത്തിന്റെ കരങ്ങൾ ഈ രാത്രികാലം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ ദാസൻ ഈ രാത്രികാലം ശുശ്രൂഷിപ്പാനുള്ള കൃപ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്ക് ലഭിക്കേണ്ട ആത്മീയ ദൂതുകൾ, ആത്മീയ ആലോചനകളെ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ രാത്രികാലം ഞങ്ങൾക്ക് ലഭിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. യേശു മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പിന്നെയും ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കൾ എത്രയും വേഗം കൂട്ടിച്ചേർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ സൂം മീറ്റിംഗ് ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുവാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അത്ഭുതകരം അതിന്മേൽ നീട്ടിക്കാട്ടെ. സകലം യേശുവിനെ നാമത്തിൽ അന്വേഷിക്കുന്ന ക്രോടികൾക്കുമാറാകണമേ. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസന്മാരായി ദൈവത്തിൻ്റെ മക്കളായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആമീൻ സ്തോത്രം ജോയിൻ ചെയ്യാനും ദൈവവചനം ധ്യാനിപ്പാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പ്രിയ ഫിലിപ്പിച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ കർത്താവ് തൻ്റെ ദാസനെ ഉപയോഗിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ കിഴക്കൻ കാറ്റിനെ കുറിച്ച്, ഈസ്റ്റ് വിൻഡ്, കിഴക്കൻ കാറ്റിനെ കുറിച്ച് പഠിക്കാനിടയായി. സ്വതന്ത്രം. അപ്പോൾ കിഴക്കൻ കാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂരിഭാഗം വാക്യങ്ങളും 99% ഇത് ഗുണം വരുത്തുന്ന കാറ്റല്ല. എന്നാൽ ദൈവം ആമേൻ ആ കിഴക്കൻ കാറ്റ് കൊണ്ട് ജനത്തിന് ഗുണം വരുത്തിയ ഒരു വിഷയവും നമ്മൾ ഒന്ന് വായിക്കുക. എല്ലാം വായിക്കും, പലത് വായിക്കും. പുറപ്പാട് 14 നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യം 14:21. പുറപ്പാട് 14:21. മോശ കടലിൻ്റെ മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. വാസ്തവത്തിൽ മിസ്രൈമ്യർക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ അത്ഭുതമാണ്, പോസിറ്റീവായിട്ട് അവർക്ക് വേണ്ടി. ഇത് മോശയുടെ ഹൃദയത്തിൽ തോന്നിയത് അല്ല, പ്രീ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരുപാട് ദോഷങ്ങൾ ഈ കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ട്. പക്ഷെ അതേ കാറ്റിനെ കൊണ്ട് തന്നെ ദൈവജനത്തിന് അത് ഗുണമാക്കി ഉപകാരമാക്കി ദൈവം മാറ്റുകയാണ്. ഇനി കാറ്റിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത് കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കാറ്റിന് ഫോൺ നമ്പരും കാറ്റിന് ഇമെയിൽ ID ഒന്നും ഇല്ല. എവിടെ നിന്നും വരാം, എങ്ങോട്ടും പോകാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ കാറ്റ് സ്തോത്രം വഴി തുറന്നു തൻ്റെ ജനത്തിന് വേണ്ടി. അതും ഈ കിഴക്കൻ കാറ്റാണ്, ഈസ്റ്റ് വിൻഡാണ്. തെക്കൻ കാറ്റുണ്ട്, വടതിക്കാറ്റ്, തെന്നിക്കാറ്റ്, വടതിക്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ വടക്കൻ കാറ്റ് പല മേഖലകളിൽ നിന്ന് അടിക്കും. 4 വശമുണ്ട്, 4 വശത്തു നിന്നും കാറ്റടിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടെങ്കിലും ഈ കിഴക്കൻ കാറ്റിൻ്റെ പ്രത്യേകത മുഴുവനും നാശം ചെയ്യുന്നതാണ്. ശരാശരി ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം
6-ാം വാക്യം, ഉൽപ്പത്തി 41 അതിൻ്റെ 6, 23, 27 സ്തോത്രവാക്യങ്ങളിൽ നമുക്ക് കാണാം. അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു വിരിക്കുന്ന 7 കതിര് പൊങ്ങി വന്നു. കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞിരിക്കുന്ന കതിര്. അപ്പോൾ കിഴക്കൻ കാറ്റ് കരിച്ചു കളയുന്നതാണ്. ഇനി എങ്ങനെയുള്ളതിനെയാണ് കരിച്ചത്? അതിൻ്റെ 5-ാം വാക്യം നോക്കണം. അവൻ പിന്നെ ഉറങ്ങി, രണ്ടാമത് ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിര്. പുഷ്ടിയുള്ളതാണ്. അപ്പോൾ പുഷ്ടിയുള്ളതിനെ കരിച്ചു കളയും ഈ കിഴക്കൻ കാറ്റ്. ആമേൻ. പുഷ്ടി എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു നല്ല പദമാണ്, ബൈബിളിലെ ഒരു നല്ല പദമാണ്. ഭൂമിയിൽ പുഷ്ടിയുള്ളവർ ഭക്ഷിച്ചാരാധിക്കും. അങ്ങനെ ഒരു പദം നമുക്കവിടെ കാണാം. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അപ്പം നുകം തകരത്തക്ക ഒന്നിനെയാണ് പുഷ്ടി എന്ന് പറയുന്നത്. അവിടെ അനുബന്ധിക്കുന്ന പദം ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിലും അഭിഷേകത്തോടുള്ള ബന്ധത്തിലുമാണ് ആ പുഷ്ടി എന്ന പദം ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നെൽമണിയോടുള്ള ബന്ധത്തിലാണ് പുഷ്ടിയുള്ളത്, നല്ലത്. ഫറവോൻ കാണുന്ന സ്വപ്നമാണ്. അപ്പോൾ ചിലതൊക്കെ നല്ലത്, പ്രതീക്ഷയോടെ വളർന്നു വന്നത്, പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്നത്, പ്രതീക്ഷയോടെ ആമേ കാത്തിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിക്കുന്ന ഒന്നാണ് ഈ കിഴക്കൻ കാറ്റ്. അതിനെ കരിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആമേൻ. ഒത്തിരി ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അതതിനർത്ഥം. ഇപ്പോൾ ദോശ കരിഞ്ഞാൽ പിന്നെ തിന്നാൻ കൊള്ളുകയില്ല. തിന്നാൻ കൊള്ളാവോ? ദോശ കരിഞ്ഞു പോയി. മീൻ വറക്കാനിട്ടതാണ്, കരിഞ്ഞു പോയി, പിന്നെ അത് നമുക്ക് കഴിക്കാൻ കൊള്ളുകയില്ല. അപ്പോൾ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഉപയോഗശൂന്യമായി, യൂസ്ലെസ്സായി എന്നുള്ളതാണ്. അപ്പോൾ കിഴക്കൻ കാറ്റ് ചിലതൊക്കെ കരിച്ചു കളയുകയാണ്, ചുട്ടുകളയുക എന്ന് നമുക്കതിന് വേറൊരു പദം പറയാം. അപ്പം നശിപ്പിക്കുന്ന കാറ്റാണ് വാസ്തവം പറഞ്ഞാൽ ഈ കിഴക്കൻ കാറ്റ്. ഈസ്റ്റ് വിൻഡ് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ എത്ര പുഷ്ടിയുള്ള വ്യക്തിയെയും, എത്ര പുഷ്ടിയുള്ള ആരാധനയെയും, എത്ര പുഷ്ടിയുള്ള ശുശ്രൂഷയും, എത്ര പുഷ്ടിയുള്ള തലമുറയെയും, എത്ര പുഷ്ടിയുള്ള നന്മയും നശിപ്പിച്ചു കളയുന്ന കാറ്റാണിത്, ഈ കാറ്റ്. നമ്മളെ ആയിരിക്കും അത് ഉപയോഗമാണ്, അത് പ്രയോജനപ്പെടും, അതിനെ എവിടെങ്കിലും കൊണ്ട് കൊള്ളിക്കാം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ വിചാരിക്കും. പക്ഷേ കിഴക്കൻ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കരിഞ്ഞു പോവുക, അത് പിന്നെ ഉപയോഗത്തിന് കൊള്ളുന്നില്ല. രണ്ടാമത്തേത് യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. കിഴക്കൻ കാറ്റ് ദുഷ്ടന്മാരെ പാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. കിഴക്കൻ കാറ്റ് ദുഷ്ടന്മാരെ പാറ്റിക്കളയും. അപ്പൊ കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകത പാറ്റിക്കളയും. ഒന്ന്, കരിച്ചു കളയുന്നതാണ്. 2, ഇത് പാറ്റിക്കളയും. ഈ പാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിലനിൽപ്പില്ലാതെ വണ്ണം പറിച്ചു കളയുന്ന ഒരവസ്ഥയാണ് പാറ്റിക്കളയുക. ശീമോനെ ശീമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷെ ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം പത്രോസിൻ്റെ വിശ്വാസം എടുത്തു കളഞ്ഞ് അവനെ ആത്മമണ്ഡലത്തിൽ നിന്ന് തന്നെ തകർത്ത് കളയാൻ പാറ്റിയ കാറ്റാണ്. പാറ്റുന്നതാണ് ഈ ശക്തി എന്ന് പറയുന്നത്, പാറ്റിക്കളയുക. അപ്പോൾ അത് മുറത്തേക്ക് പിന്നെ കാണുകയില്ല, മുറത്തിൽ അത് കാണത്തില്ല, അത് പിന്നെ കലത്തിൽ കാണത്തില്ല.
മുറത്തിനകത്ത് കിടക്കുന്നത് കലത്തി വരും. പാറ്റിക്കളയുന്നതെല്ലാം പിന്നെ മങ്കും കീടവുമാണ്. അത് പിന്നെ ഉപയോഗശൂന്യമാകുകയാണ്. അപ്പോൾ അമ്മമാർ ഗോതമ്പോ യവമോ ഒക്കെ പഴയ കാലങ്ങളിൽ അരിയൊക്കെ നമ്മൾ പാറ്റിയിട്ട് അതിൻ്റെ മങ്കും കീടവുമാണ് വെളിക്കളയുന്നത്, പാറ്റിക്കളയണം. ബാക്കിയാണ് കലത്തിൽ വരുന്നത്. അപ്പോൾ നിലനിൽപ്പില്ലാതെ വണ്ണം വിശ്വാസം നഷ്ടപ്പെടുത്തി പത്രോസിനെ പാറ്റിയത് പോലെ കിഴക്കൻ കാറ്റ് പാറ്റിക്കളയും. ഇവിടെ പറയുന്നത് ദുഷ്ടന്മാരെയാണ്, ദുഷ്ടന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യോബ് 27:16 മുതൽ നമ്മൾ നോക്കണം. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേ ഉള്ളൂ, നീതിമാൻ അത് ഉടുക്കും. കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. അപ്പം ഇവിടെ നല്ല ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പലപ്പോഴും ദൈവമക്കളുടെ ഒരു പ്രശ്നം, അവനിഷ്ടം പോലെ വെള്ളിയുണ്ട്, അവനിഷ്ടം പോലെ പൊന്നുണ്ട്, അവനിഷ്ടം പോലെ വസ്ത്രമുണ്ട്, എനിക്കതൊന്നും വേണ്ടതുപോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയാണ്. അവന് ദൈവവും ഇല്ല, ദേവനുമില്ല, എന്നിട്ടും അവനൊരു കുഴപ്പമില്ല എന്നാണ് പലരും പറയുന്നത്, ആസാവ് പറഞ്ഞതുപോലെ. പക്ഷെ ദൈവം പറയുന്നത് അവനെ ദുഷ്ടനാണവൻ, അവനെ കിഴക്കൻ കാറ്റ് പാറ്റിക്കളയുന്നത് പോലെ ദൈവം അവനെ പാറ്റിക്കളയും. 18-ാം വാക്യം, ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയും. ഈ ചിലന്തി വീട് പണിയുന്നത് തേക്കൻ തടിയുണ്ടോ ആഞ്ഞിലിത്തടിയുണ്ടോ ഒന്നുമല്ല. ചിലന്തി വീട് പണിയുന്നത് കമ്പിയോ സിമെന്റോ മണലോ മെറ്റിലോ കൊണ്ടല്ല, അത് വെറും വല കൊണ്ടാണ് പണിയുന്നത്. അപ്പോൾ ദൈവം ഇല്ലാത്തവൻ ഇനി എന്നാ കൊണ്ട് പണിഞ്ഞാലും ചിലന്തി വലയ്ക്ക് സമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവമില്ലാത്തവൻ എന്തുകൊണ്ട് ഏത് കൂടിയ മെറ്റൽ കൊണ്ട് പണിതാലും അവൻ്റെ പണി ചിലന്തി വല പോലെയാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കാവൽക്കാരൻ മാടൻ കിട്ടുന്നത് പോലെ തന്നെ. ഈ കാവൽക്കാരൻ മാടൻ കിട്ടുന്നത് സ്ഥിരമായിട്ട് ഉള്ളതല്ല. ആ കൊയ്ത്ത് കാലത്ത് കിളികൾ വന്ന് അത് കൊയ്തുകൊണ്ട് പെറുക്കി തിന്നുകൊണ്ട് പോകാതിരിക്കാൻ വിളവെടുപ്പ് കാലത്ത് ടെമ്പററിയായി വയലിൻ്റെ നടുവിലോ സൈഡിലോ കിട്ടുന്ന ഒന്നാണ് കാവൽ മാടം. അത് ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ധനവായ ദൈവമില്ലാത്ത ദുഷ്ടനെ സംബന്ധിച്ച് പറയുന്ന കാര്യം. ദൈവമുള്ളവരുടെ കാര്യമല്ലിത്. സ്തോത്രം. അപ്പോൾ അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല, അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകും. 21, കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പൊയ്പോകുന്നു, അവൻ്റെ സ്ഥലത്ത് നിന്ന് അത് അവനെ പാറ്റിക്കളയും. അപ്പം ചാക്കിനകത്തുമില്ല, മുറത്തിനകത്തുമില്ല, കലത്തിനകത്തും ഇല്ലാതെ എന്നതുപോലെ ചിലതൊക്കെ പാറ്റിക്കളയുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ നന്മയ്ക്കകത്ത്, നമ്മുടെ അവകാശത്തിനകത്ത്, നമ്മുടെ വാഗ്ദത്തത്തിനകത്ത് കയറി ശത്രു പാറ്റിക്കളയാനിടവരുത്. ഇത് ദുഷ്ടന് വെച്ചിരിക്കുന്ന കാര്യമാണിത്. ഇത് ദൈവം പൈതലിനുള്ളതല്ല. ആമേൻ. കിഴക്കൻ കാറ്റ് പാറ്റിക്കളയുന്നതാണ്. കിഴക്കൻ കാറ്റ് കരിച്ചു കളയുന്നതാണ്. 48-ാം സങ്കീർത്തനം 7-ാം വാക്യം നമ്മളവിടെ വായിക്കുമ്പോൾ അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു എന്നാണ്. അപ്പം കിഴക്കൻ കാറ്റ് ഉടച്ചു കളയുന്നതാണ്. കരിച്ചു കളയും, പാറ്റിക്കളയും. അടുത്തത് പറയുന്നു ഉടച്ചു കളയും. ആമേൻ. കപ്പലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ അത് ആഴമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. 5000-ഉം 7000-ഉം ഒക്കെ ആളുകൾക്ക് പാർക്കാൻ മതിയായ വലിയ ലക്ഷറീസ് ആയിട്ടുള്ള കപ്പലുകളാണ്, ആഡംബര കപ്പലുകളാണ്. 10-ഉം 18-ഉം നിലയുള്ള കപ്പലുകളാണ്.
നമ്മളത് അടിച്ചു നോക്കിയെങ്കിലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കപ്പലുകളുണ്ട്. ഈ കപ്പൽ ഉടഞ്ഞ ഒരു വിഷയം 2 വൃത്താന്തം 20-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വൃത്താന്തം 20-ന്റെ 35 മുതലാണ്. അതിന് ശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്പ്രവർത്തിക്കാരനായിരുന്നു. അവൻ തർശീസിലേക്ക് ഓടിപ്പാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അവൻ ഏസ്യോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ മാരേശക്കാരനായ ദോദായുടെ മകൻ ഏലിയസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തുകൊണ്ട് യഹോവ അതിൻ്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീസിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. ഇവിടെ ഉടച്ചു കളഞ്ഞത് ശത്രുവിൻ്റെതല്ല. ഇവിടെ ഉടച്ചു കളഞ്ഞത് ദൈവം ഉള്ളവൻ്റെതാണ്. യഹോശാഫാത്ത് ആസായുടെ മകനാണ്. ആസ ദൈവത്തെ വിശ്വസ്തമായി സേവിച്ചു. അവൻ്റെ മകനായ യഹോശാഫാത്തിനെ ദൈവം ധനവും മാനവും സ്ഥാനവും എല്ലാം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹവും നന്മയും വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് സംബന്ധം കൂടിയിട്ട് എഗ്രിമെൻ്റ് ചെയ്തിട്ട് അവരെ ഒന്നിച്ച് കപ്പലുണ്ടാക്കി ബിസിനസ് ചെയ്യാൻ പോയി. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദേഷ്യം നോക്കണം. നമ്മളിവിടെ പച്ച മനുഷ്യൻ്റെ ചിന്തയാണ് ദൈവത്തിന് ഇവിടെ ഉള്ളത്. എടാ, ആത്മീയനായ നീ കാശ് ഉണ്ടാക്കാൻ വേണ്ടി നീ ദുഷ്പ്രവർത്തിക്കാരനായ പ്രമാണമില്ലാത്തവൻ്റെ കൂടെ എന്തിനാ എഗ്രിമെൻ്റ് ചെയ്ത് കച്ചവടം നടത്താൻ പോയത്? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ദൈവം എന്നായെന്നറിയാമോ? കപ്പലം ഉടച്ചു കളഞ്ഞു. അപ്പം നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ പ്രതീക്ഷ ലാഭമാണെങ്കിൽ ദൈവത്തിന് ലാഭമല്ല വിഷയം. ആ ദുഷ്പ്രവർത്തിക്കാരൻ്റെ കൂടുള്ള ബന്ധമോ ബിസിനസ്സോ ദൈവത്തിന് ഇഷ്ടമല്ല. വിശുദ്ധൻ എപ്പോഴും വിശുദ്ധനായി നിൽക്കുക. പ്രമാണമുള്ളവൻ പ്രമാണത്തിനകത്ത് നിൽക്കുക. അല്ലാതുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന ലാഭം വാങ്ങിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. കപ്പൽ കിഴക്കൻ കാറ്റടിപ്പിച്ച് കപ്പലിനെ ദൈവം ഉടച്ചു കളഞ്ഞു. അപ്പം നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് കിഴക്കൻ കാറ്റ് ഉടച്ചു കളഞ്ഞു, കിഴക്കൻ കാറ്റ് കരിച്ചു കളഞ്ഞു, കിഴക്കൻ കാറ്റ് പാറ്റിക്കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1-2 എന്നോട് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം. യിരെമ്യാ പ്രവചനം 18-17 ആ കാറ്റ് ചെതറിച്ചു കളയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 18-17 ചെതറിച്ചു കളയുന്നു. കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിച്ചു കളയും. അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എൻ്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. അപ്പൊ ഇവിടെ യഹൂദ ജനത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇത് അന്യജനത്തോടുള്ള ബന്ധത്തിലല്ല. യിരെമ്യാ പ്രവചിക്കുന്നത് വടക്കേ രാജ്യത്തോടല്ല, തെക്കേ രാജ്യത്തോടാണ്, യഹൂദയോടാണ്. യഹൂദരാണ് കുറച്ച് ആത്മീയത ഉള്ളത്. യഹൂദ്യയിലാണ് ദേവാലയവും മഹാപുരോഹിതനും യാഗവും യാഗപീഠവും വഴിപാടും എല്ലാം ഉള്ളത്. ആത്മീയരെന്ന് പറയുന്നവരവരാണ്. അതാണ് ഒരു പാരമ്പര്യം. പക്ഷെ ആ ജനം യിരെമ്യാവിൻ്റെ വെളിപ്പാടിൽ ഉടഞ്ഞും പഴുത്തും ദ്രവിച്ചും പോയി. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ. പക്ഷേ അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്, ശത്രുക്കളുടെ മുമ്പിൽ അവരെ ചിതറിച്ചു കളയുമെന്ന് പറയുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇസ്രായേൽ എന്ന ജാതിയെ ലോകമെങ്ങും ചിതറിച്ചു കളഞ്ഞു. ഇത് പഴയ നിയമമാണ് നമ്മൾ വായിക്കുന്നത്. യിരെമ്യാവിൻ്റെ പ്രവചനമാണ് വായിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഇവരുടെ ചിതറിപ്പോക്ക് AD 70
പ്രധാനമായിട്ടുള്ളത് യേശുവിൻ്റെ കാലത്തിന് ശേഷം. അതിനു മുൻപും ഇവരെ ചിതറിച്ച് കളഞ്ഞു. ബാബേലിലേക്കും ഈജിപ്തിലേക്കും സിറിയയിലേക്കും ഇവരെ ചിതറിച്ചു. അപ്പോൾ ഇവരുടെ ചിതറിപ്പോക്കെന്ന് പറയുന്നത് ദൈവം കൂടെ അവരെ അടിച്ചതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ചിതറപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു സഭയിലിരുന്ന സമയത്ത് ഒരു വീട്ടിലെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഐക്യതയോടെ പോയില്ലെങ്കിൽ നിങ്ങളെ 4 പേരെയും 4 ചിതറിക്കുമെന്ന് പറഞ്ഞു. അവർ വല്ലപ്പോഴുമൊക്കെ ഓരോ സ്പെഷ്യൽ പ്രാർത്ഥന വെക്കുന്നവരാണ്. സഭയായിട്ടുള്ള പ്രാർത്ഥനയല്ലത്. അവർക്കൊരു വിടുതലിന് വേണ്ടി അവർ വെക്കുന്ന ഒരു സ്പെഷ്യൽ പ്രയറാണ്. അപ്പം ആ പ്രാർത്ഥനയിൽ അമ്മായിയമ്മയുണ്ട്, മരുമകളുണ്ട്, മോനുണ്ട്, മൂത്ത മരുമോളുണ്ട്, കൊച്ചു മരുമോളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ വീട്ടിൽ ഇതിനകത്ത് പറഞ്ഞാൽ അറിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരാൾക്ക് ഇതിനകത്തിലെ ആ വീട് ഏതാണെന്നറിയാം, പറഞ്ഞല്ലേ അറിയത്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവർ കാശും ചെലവാക്കി യോഗവും നടത്തി കോഴിയെ കറി വെച്ച് പാസ്റ്റർക്കും തന്ന്, സ്തോത്രം, ഞങ്ങളത് കഴിച്ചിട്ടും പോരുന്നു, ദൂതമൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരൈക്യത ഏറ്റെടുത്തില്ല. അവരെ 4 ചിതറിച്ച് കളഞ്ഞു. പറഞ്ഞതുപോലെ മൂത്ത മരുമോൾ അവിടെ വീട്ടിൽ പോയി, മരുമോൻ വേറൊരു രാജ്യത്ത്, മോൻ വേറൊരു രാജ്യത്ത്, രണ്ടാമത്തെ മരുമോളും രണ്ടാമത്തെ മോനും കൂടെ ആ മരുമോടെ വീട്ടിൽ പോയി. ഈ അമ്മ ഒറ്റയ്ക്ക് 4 ചിതറിച്ച് കളഞ്ഞു. മനസ്സിലാവുന്നോ? അപ്പൊ ചിതറിക്കുന്ന ചില കാറ്റുകളുണ്ട്. അവിടെ നമ്മുടെ വീടിനകത്ത് കയറരുത്. കിഴക്കൻ കാറ്റ് നന്നാക്കുന്നതല്ല, കൂട്ടിയോജിപ്പിക്കുന്നതല്ല, ഐക്യതയോടെ നിർത്തുന്നതല്ല. അത് ചിതറിക്കുന്ന കാറ്റാണ്. അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആമേൻ, ഹല്ലേലൂയ. സഭ ചിതറിച്ച് കളയും. അടൂരിനടുത്ത് പണ്ട് ഒരു സഭയിൽ ചെന്തൂത് പറഞ്ഞതാണ്, നിങ്ങൾ ക്രമീകരിച്ച് തന്നില്ലെങ്കിൽ ഈ ആലയത്തിന് പൂട്ട് വീഴുമെന്ന് പറഞ്ഞു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ചുരുക്കത്തെ പറഞ്ഞ ആലയം താഴിട്ട് പൂട്ടി, ചിതറിപ്പോയി. അവിടെ പിറ്റ വേലയെ പോയി. അപ്പോൾ ചിതറിക്കുന്ന കാറ്റാണ്. അത് നമ്മുടെ വീട്ടിലടിക്കരുത്. തലമുറകളെ ഒരിടത്ത്, ഭർത്താവിനെ ഒരിടത്ത്, ഭാര്യയെ ഒരിടത്ത്, അങ്ങനെ ചിതറിപ്പിക്കാൻ ഉള്ള കാറ്റ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ആലയത്തിൽ വെളിപ്പെടരുത്. ചില സഭകളൊക്കെ വളരെ നന്നായി വളർന്നു വരും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഏതെങ്കിലും സ്തോത്രം, ആമേൻ, ഒരുത്തൻ എഴുന്നേക്കും, അത് അടിച്ച് ചിതറിച്ച് കളയും. പിന്നെ അവിടെ ആളും കാണത്തില്ല, പേരുമില്ല, ആരാധനയില്ല, ആത്മീയ അന്തരീക്ഷമില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ളൊരു ശക്തി അല്ലെങ്കിൽ കിഴക്കൻ കാറ്റ് ചിതറിച്ച് കളയുന്നതാണ്. ഹോശേയ പ്രവചനം 13-ാം അധ്യായം 15-ാം വാക്യം. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇത് ഉണക്കിക്കളയുന്ന കാറ്റാണ്. ഉണക്കിക്കളയും. അവിടെ എന്തെല്ലാമാണ് ഉണക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഉണക്കുന്നത് യോബേൽ പ്രവചനം 1:12 നമ്മൾ വായിക്കണം. അവിടെ അത്തിവൃക്ഷം ഉണക്കുന്നു, മുന്തിരിവള്ളി നഷ്ടപ്പെടുന്നു.
യോവേൽ 1:12 മുന്തിരിവള്ളി വാടി. യോവേൽ 1:12 മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ ഉണക്കിക്കളയുന്ന കാറ്റ്, ചിലത് ഉണക്കിക്കളയുകയാണ്. നല്ലതുപോലെ വളർന്നു വരുന്നതിനെ ഉണക്കിക്കളയുക. ചിലതിൻ്റെ ആരോഗ്യത്തെ ഉണക്കുന്നു, പച്ചപ്പില്ലാതാക്കുന്നു. അപ്പോൾ ഉണക്കിക്കളയുന്ന കാറ്റ്. ഇന്ന് രാത്രി ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വിഷയങ്ങളെ. ഹോശേയ 13:15 അവൻ തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും, അവൻ്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. അവൻ സകല മനോഹര വസ്തുക്കളുടെ നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപോകും. 2 കാര്യമാണ്. കിഴക്കൻ കാറ്റ് വരും, അവൻ്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകും. ഉണക്കുന്നു. 2 കവരുന്നു, മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അതിലെ നന്മ അപഹരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-6 വായിച്ചു. യോനയുടെ പുസ്തകം 4:8 വായിക്കാം. യോന 4:8 സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ആമേൻ. വെയിൽ യോനായുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്നിച്ഛിച്ചു. അപ്പൊ ക്ഷീണിപ്പിക്കുന്ന കാറ്റാണിത്. ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇന്ന് രാത്രിയിൽ കരിച്ചു കളയുന്ന കാറ്റ്, പാറ്റിക്കളയുന്ന കാറ്റ്, ഉടച്ചു കളയുന്ന കാറ്റ്, ചെതറിച്ച് കളയുന്ന കാറ്റ്, ഉണക്കിക്കളയുന്ന കാറ്റ്, ക്ഷീണിപ്പിക്കുന്ന കാറ്റ്. അത് ദൈവദാസനെ ആയാലും യോനായെ യോനായി ക്ഷീണിപ്പിക്കുന്നു. യഹൂദ ജനത്തെ ആമേൻ സ്തോത്രം ചെതറിക്കുന്നു. ലാഭം ഉണ്ടാക്കാൻ നോക്കിയ കപ്പലിനെ ഉടച്ചു കളയുന്നു. പാപികളെ പാറ്റിക്കളയുന്നു. നന്മ കരിച്ചു കളയുന്നു, ക്ഷാമം വരുത്തുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്ത് കിഴക്കൻ കാറ്റ് ഒരു ഗുണവും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു ഗുണവും ചെയ്തില്ല. പക്ഷേ നമ്മൾ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടിൽ ദൈവം അന്ന് രാത്രി മുഴുവൻ അടിപ്പിച്ച കാറ്റ് കിഴക്കൻ കാറ്റാണ്. കിഴക്കൻ കാറ്റാണ്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് പറയുന്ന ദൂത് ഇതാണ്. എത്ര പ്രതികൂലമായാലും, ഏത് വ്യക്തി നമുക്ക് വിരോധമായാലും, ഏത് രാജ്യത്ത് വിഷയം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, ഏത് നിയമം നമുക്ക് പ്രതികൂലമായാലും, ദൈവം വിചാരിച്ചാൽ ആ വിഷയത്തെ അനുകൂലമാക്കി തിരിക്കാൻ കഴിയും. ആ ഒറ്റ ദൂതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും വാക്യം വായിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം വിചാരിച്ചാൽ ഇതിനെല്ലാം അനുകൂലമാക്കി തിരിക്കാൻ കഴിയും. അപ്പം നമ്മുടെ എല്ലാം പ്രതിസന്ധി എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായിട്ട് ഞങ്ങൾ ഉപവസിക്കുന്നു, എത്ര നാളായിട്ട് ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു, എത്ര വർഷങ്ങളായിട്ട് വാഗ്ദത്തം കേൾക്കുന്നു. പക്ഷേ ഉണങ്ങിപ്പോയതേ ഉള്ളൂ, കരിഞ്ഞു പോയതേ ഉള്ളൂ, ക്ഷീണിച്ചു പോയതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പാറ്റിക്കളഞ്ഞതേ ഉള്ളൂ, കരിഞ്ഞു പോയതേ ഉള്ളൂ എന്നൊക്കെ നാം പറയുമ്പോഴും ചിലതൊക്കെ നമ്മെ യഥാസ്ഥാനപ്പെടുത്താനും ചിലതൊക്കെ നമ്മെ ആത്മീയമായി പണിയാനും ദൈവത്തോട് അടുത്തു വരാനും നീ ലാഭം അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഉടച്ചു കളയാനും
സ്തോത്രം ഒക്കെയാണ് ചില കാറ്റുകൾ എന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയണം. രോഗം വരുത്താനും വരുത്താതിരിക്കാനും ദൈവത്തിന് കഴിയും. രോഗം വന്നാൽ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ക്ഷാമം വരാനും ക്ഷാമം വരുത്താതിരിക്കാനും ദൈവത്തിന് കഴിയും. ക്ഷാമത്തിൻ്റെ നടുവിൽ 100 മേനി കൊയ്ത്തു തരാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. സാധാരണ കാശില്ലാതെ വരുമ്പോൾ ഒന്നീ ATM പോയി പിൻ നമ്പർ പറഞ്ഞ് കാശെടുക്കും, അല്ലെങ്കിൽ അവൻ നമ്മുടെ പേഴ്സിനകത്തുനിന്ന് കാശെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആളിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും. പക്ഷെ ദൈവത്തിന് അതൊന്നും വേണ്ട. കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനിൻ്റെ വായ്ക്കകത്ത് കിടക്കുന്ന ബ്രഹ്മ, ആമേൻ, ആ വിഴുങ്ങിയതിനെ ആരുടെയും ഒത്താശയില്ലാതെ അതിൻ്റെ വായിൽ നിന്നെടുത്ത് ആമേൻ നീതി കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ആ വലിപ്പമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് ചില വിഷയങ്ങൾ ഉണങ്ങിപ്പോയി, കരിഞ്ഞുപോയി, പാറ്റിക്കളഞ്ഞു, ചെതറിപ്പോയി, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്ന വിഷയങ്ങൾ, അത് ശുശ്രൂഷയിലോ തലമുറയിലോ നന്മയിലോ ഏത് മേഖലകളിലായാലും ആമേൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഏത് കാറ്റ് പ്രതികൂലം ഉണ്ടാക്കിയോ അതേ കാറ്റിനെ കൊണ്ട് തന്നെ ദൈവം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യിക്കാനിടയാണ്. ഒരു സ്വപ്നം പറഞ്ഞത് നിമിത്തമാണ് യോസേഫ് അകത്തായത്. ഈ പ്രശ്നമെല്ലാം അവിടെ തുടക്കം അതാണ്. വീട്ടിൽ സ്വപ്നം പറഞ്ഞതാണ് വിഷയം. പക്ഷെ അതേപോലെ ഒരു സ്വപ്നം പറവൂന് കൊടുത്തിട്ടാണ്, പാനപാത്രവാഹന്റെ പ്രമാണിക്കും പറവൂന് സ്വപ്നം കൊടുത്തിട്ടാണ് ദൈവം യോസേപ്പിനെ പുറത്തു കൊണ്ടുവന്നത്. ഏത് സ്വപ്നം തന്നെ പൊട്ടക്കിണറ്റിലും ആമേൻ അവസാനം കാരാഗൃഹത്തിലും അടിമച്ചന്തയിലും എത്തിച്ചോ, അതുപോലെ തന്നെ സ്വപ്നമെന്ന അതേ സെയിം സബ്ജക്റ്റിലൂടെ ദൈവം അവനെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ദൂത് ഞാൻ പറയാം. ഏത് വിഷയത്തിൽ നിങ്ങൾ തകർന്നോ അതേ വിഷയത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ ദൈവം വഴികളെ ഒരുക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തിയെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ കാറ്റിൻ്റെ ചില കളികൾ നമുക്കവിടെ കാണാം. 27-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവിടെ നിന്ന് ഞങ്ങൾ നീക്കി കാറ്റ് പ്രതികൂലമാകയാൽ. അപ്പം ഈ കാറ്റൊന്നും എല്ലാം അനുകൂലമാണെന്ന് വിചാരിക്കരുത്. നമുക്കൊന്നും അനുകൂലമല്ല. ഈ ലോകമേ അനുകൂലമല്ല, പ്രതികൂലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ലോകം ഭക്തന് യോഗ്യമല്ല, അനുകൂലമല്ല, പ്രതികൂലമാണ്. അപ്പൊ കാറ്റ് പ്രതികൂലമാകയാൽ, മത്തായി 14 നമ്മൾ വായിക്കുന്നത് കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്നാണ്. തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പൊ ചിലതൊക്കെ പ്രതികൂലമാണ്. ആള് പ്രതികൂലമാകും, നിയമം പ്രതികൂലമാകും, കൂടെ നിൽക്കുന്നവർ പ്രതികൂലമാകും, ഒന്നിച്ചാരാധിച്ചവർ പ്രതികൂലമാകും, ഒന്നിച്ച് പഠിച്ചവർ പ്രതികൂലമാകും, ഹസ്തദാനം ചെയ്ത ഉഭയസമ്മതം ചെയ്തവർ പ്രതികൂലമാകും. എല്ലാം അനുകൂലമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. എല്ലാം അനുകൂലമല്ല, ചിലതൊക്കെ പ്രതികൂലമാണ്. പക്ഷെ അവിടെ നമ്മൾ ഉറപ്പോടെ നിൽക്കണം. 2 7-ാം വാക്യം, പിന്നെ ഞങ്ങൾ ബഹു ദിവസം പതുക്കെ ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി, കാറ്റ് സമ്മതിക്കായകയാൽ. എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ അച്ചാച്ചൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ അച്ചാച്ചൻ സമ്മതിക്കാത്ത പോലെ തന്നെ ചില കാറ്റ് സമ്മതിക്കത്തില്ല, മുമ്പോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഒരു നന്മ ആ വസ്തുവിനകത്തുനിന്ന് അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല. ആ സഭയ്ക്കകത്തുനിന്ന് ഒരു നന്മ കിട്ടാൻ സമ്മതിക്കത്തില്ല. ആ തലമുറയിൽ നിന്നൊരു നന്മ കിട്ടാൻ സമ്മതിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില വിഷയത്തിൽ സമ്മതിക്കാത്ത കാറ്റുകളുണ്ട്.
പ്രതികൂലമാകുന്ന കാറ്റ് മാത്രമല്ല, സമ്മതിക്കാത്ത കാറ്റുണ്ട്. ആമേൻ. ഇനി 15-ാം വാക്യം നോക്കിയേ. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ. അപ്പൊ നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. കാറ്റിന്റെ നേരെ കപ്പൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ഒരു പോരാട്ടമാണ്, എപ്പോഴും ആമേൻ എന്തെങ്കിലുമൊക്കെ കുരുക്കൊപ്പിച്ചുകൊണ്ടേയിരിക്കും. നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നേരെ നിന്നിട്ട് വേണമല്ലോ എന്തെങ്കിലും ചെയ്യാൻ, പക്ഷെ നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഹലോ, ഞാൻ പറയുന്ന ആ വാക്കുകൾ മലയാള ഭാഷയിൽ നിങ്ങൾക്കറിയാം. നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വയറ്റിനകത്ത് പ്രശ്നമാണ്, നേരെ നിൽക്കാൻ ഒക്കത്തില്ല. മുട്ടിന് പ്രശ്നമാണ്, നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും ഭാര്യയുടെ ഫോൺ വിളിയാണ്, നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും ആ കമ്പനിയിലെ ആ മുത്തപ്പ, അറബാബ്, അവൻ പ്രശ്നമാണ്, നമ്മളൊന്ന് നേരെ നിൽക്കാനൊക്കത്തില്ല. കടഭാരം മാറിയിട്ടൊന്നും നേരെ നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ഇത് പാസ്റ്റർമാർക്കും ഉണ്ട് കേട്ടോ, വിശ്വാസികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ഒത്തിരി ദൈവദാസന്മാരുണ്ട്. എല്ലാവരോടും പറയുന്നത്, നേരെ ഒന്ന് നിന്നിട്ട് വേണ്ട എന്തെങ്കിലും ചെയ്യാം, പക്ഷെ നേരെ നിൽക്കാൻ സമ്മതിക്കുകയില്ല, നേരെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവ കാറ്റ് പ്രതികൂലം ഉണ്ടാക്കുന്നു, കാറ്റ് സമ്മതിക്കുന്നില്ല, കാറ്റ് നേരെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. 18-ാം വാക്യം. കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് ചരക്ക് പുറത്തു കളഞ്ഞു. അപ്പൊ ഈ കയ്യിൽ വല്ലതും ഉള്ളതുണ്ടെങ്കിൽ അതും പുറത്ത് കളയുന്ന കാറ്റുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാറ്റിങ്ങനെ അടിക്കുക, അപ്പോൾ ചരക്ക് എന്ത് ചെയ്തു? പുറത്ത് കളഞ്ഞെന്നാണ്. ഇത് ഗോതമ്പാണ് പുറത്ത് കളഞ്ഞേക്കുന്നത്. ലോകധാന്യപുരയായ ഈജിപ്തിൽ നിന്ന് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്ന ഗോതമ്പ് ചാക്കുകളാണ്. ഇതെല്ലാം പുറത്ത് കളഞ്ഞു. ഇത് അനുഭവിക്കേണ്ടതാണ്, ആഹരിക്കേണ്ടതാണ്, ഉപയോഗപ്പെടേണ്ടതാണ്, അനേകരുടെ വിശപ്പ് മാറ്റേണ്ടതാണ്. പക്ഷെ ആ കാർഗോ, ആ സാധനം പുറത്ത് കളഞ്ഞു. അപ്പോൾ അകം കാലിയാക്കുക, ശൂന്യമാക്കുക, നഗ്നമാക്കുക, ഒന്നും ഇല്ലാതാക്കുക, ബാങ്ക് ബാലൻസ് ഇല്ലാതാക്കുക, നിക്ഷേപമൊന്നും ഇല്ലാതാക്കുക, അനുഭവിക്കേണ്ടത്, കഴിക്കേണ്ടത്, കുടിക്കേണ്ടത്, ഉടുക്കേണ്ടത് ഒക്കെ ഇല്ലാതാക്കുക. ചില കാറ്റ് ഉള്ളത് പുറത്ത് കളയിപ്പിക്കുന്ന കാറ്റാണ്. മനസ്സിലാകുന്നുണ്ട്? ഈ അധ്യായത്തിലാണെന്ന് ഓർക്കണം ഇത് പറഞ്ഞേക്കുന്നത്. ഈ കാറ്റിൻ്റെ 4 സ്വഭാവമാണ്. പിന്നെ തെക്കൻ കാറ്റെന്നും ഈശാനമൂലയിൽ നിന്നും ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയിൽ സ്തോത്രം, ആഴത്തിൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. കർത്താവെ, ഉണങ്ങിയ വിഷയമുണ്ട്, പാറ്റിയ വിഷയമുണ്ട്, ഉടച്ച വിഷയമുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, കരിച്ച വിഷയമുണ്ട്. അപ്പൊ ഇതിൻ്റെ നടുവിൽ ദൈവമേ പോസിറ്റീവായിട്ട് നീ ഒരു കാറ്റടിപ്പിച്ച്, ഇതേ കാറ്റടിപ്പിച്ച് ചെങ്കടൽ പിളർത്തി ജനത്തെ അക്കരെ കടത്തിയ ദൈവമാണെങ്കിൽ അങ്ങേക്ക് അത് പോസിറ്റീവാക്കാൻ കഴിയും, എനിക്ക് അനുകൂലമാക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അതേ കാറ്റുകൊണ്ട് തന്നെ വഴി തുറക്കാൻ ശക്തനാണ്, വഴി തുറക്കാൻ ശക്തനാണ്. ഇപ്പം ഇവിടെ സംഭവിച്ചത് ഏതാണ്ട് 30 ലക്ഷം ജനത്തിന് വേണ്ടി 12 മണിക്കൂർ കൊണ്ട് ദൈവം വഴിയുണ്ടാക്കി. ഇവിടുത്തെ മിലിറ്ററി അടിയന്തര ഘട്ടത്തിൽ ബെയിലി പാലം ഉണ്ടാക്കും. നമ്മുടെ ആർമി സോദരം ജെയിംസ് മാസ്റ്റർക്ക് അറിയാം, അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു. സോദരം അടിയന്തര ഘട്ടത്തിൽ മിലിറ്ററി പാലം ഉണ്ടാക്കും.
അപ്പോൾ ദൈവം 12 മണിക്കൂർ കൊണ്ട് എത്രയോ വിശാലമായ പാതയാണ് വെട്ടിത്തുറന്നത്. ഇന്ന് രാത്രിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിലവിളിക്കുന്ന ജനത്തിൻ്റെ വിഷയത്തിന്, നേതാവിൻ്റെ വിഷയത്തിന്, മോശയ്ക്കും പ്രശ്നമാണ്, ജനത്തിനും പ്രശ്നമാണ്. വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം ഇറങ്ങി വരുമ്പോൾ ഇന്നലെ വരെ പ്രതികൂലമായി അടിച്ച കാറ്റ് ഇന്ന് അനുകൂലമായി മാറും. ഒന്നുകൂടെ ഞാൻ ആ വാചകം പറയുന്നു. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം ഇറങ്ങി വരുമ്പോൾ, ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം ഇറങ്ങി വരുമ്പോൾ ഇന്നലെ വരെ പ്രതികൂലമായി അടിച്ച അതേ കാറ്റിനെ കൊണ്ട് തന്നെ ദൈവം അനുകൂലമാക്കി ആമേൻ വഴി തുറന്ന് അക്കരയെത്താൻ, വാഗ്ദത്ത നാട്ടിലേക്കും നന്മയിലേക്കും എത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് രാത്രിയിൽ നാം ആഴമായി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. സ്തോത്രം. ചിലരെക്കുറിച്ചാണ്, എല്ലാവരെക്കുറിച്ചും അല്ല. ആ ആൾ ആർക്കും ഒരു കാശ് പോലും കൊടുക്കാത്ത ആളാണ്. പക്ഷെ അയാളെ കൊണ്ട് ദൈവം 50,000 രൂപ കൊടുപ്പിച്ചു എന്ന് കേട്ടപ്പോൾ 10 പേർ ഒരുപോലെ മൂക്കത്ത് കൈവച്ച് അയ്യോ അങ്ങേര് തന്നോ എന്ന് ചോദിച്ചാൽ പിശുക്കനെ കൊണ്ട് ആ 50,000 ഔദാര്യമായി കൊടുപ്പിച്ചതുപോലെ, ഞാൻ മനസ്സിലാകാൻ, എൻ്റെ ഗൗരവം മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ പറഞ്ഞതാണ്. സ്തോത്രം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പം എന്നതുപോലെ ദൈവത്തിന് തരാത്ത മനുഷ്യനെ കൊണ്ട് തരാൻ കഴിയും. സ്തോത്രം. കാക്ക ആർക്കൊന്നും കൊടുക്കത്തില്ല. വല്ലവൻ്റെയും കയ്യിൽ നിന്ന് വല്ലതും തട്ടി കൊണ്ടുപോകത്തേ ഉള്ളൂ. മത്തി ആയാലും സ്തോത്രം. പിന്നെ പഴയ കാലത്ത് ഈ ചെറിയ വട്ടിക്കകത്തൊക്കെ ആ മത്തിയും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത് കൊട്ടയെ വെച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ കാക്ക ഇത് കൊത്തിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ ഏലിയാവിന് കാക്ക ഇറച്ചി, അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുത്തെന്നാണ്. അപ്പോൾ ആർക്കും ഒരു വകയും കൊടുക്കാത്ത കാക്കയെ കൊണ്ട്, അതിൻ്റെ ചുണ്ടുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് രാത്രിയിൽ ആഴമായിട്ട് നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ മോശയുടെ ആമേൻ സ്തോത്ര റിസ്ക് അല്ല, ആമേൻ അഹറോൻ്റെ റിസ്ക്കുമല്ല, ദൈവത്തിൻ്റെ റിസ്കിൽ പ്രകൃതിയുടെ മേലുള്ള അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ്. ആമേൻ. എന്നാൽ മോശയെ നേതാവാക്കി വച്ചിരിക്കുന്നതിനാൽ മോശയെ ജനമനുസരിക്കേണ്ടത് കൊണ്ട് വടി നീട്ടാൻ പറഞ്ഞു. മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പിളരുക. ഇത് രാത്രിയിൽ വഴിയടഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാതെ കരിഞ്ഞു പോയതുപോലെ, ഉണങ്ങിപ്പോയതുപോലെ, കവർന്നു പോയതുപോലെ, പാറ്റിക്കളഞ്ഞതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നന്മ നഷ്ടമായ വിഷയങ്ങൾ ചിതറിപ്പോയതുപോലെ, ക്ഷീണിച്ചു പോയതുപോലെ ഉള്ള വിഷയങ്ങൾക്കകത്ത് ദൈവത്തിനൊരു കാറ്റടിപ്പിച്ച് നമ്മുടെ ക്ഷീണം മാറ്റാനും, ഉണങ്ങിയ അവസ്ഥകൾ മാറ്റാൻ, ചെതറിയ അവസ്ഥകൾ മാറ്റാൻ, ഉടഞ്ഞ അവസ്ഥകൾ മാറ്റാൻ, പാറ്റിയ അവസ്ഥകൾ മാറ്റാൻ, കരിച്ച അവസ്ഥകൾ മാറ്റാൻ ദൈവത്തിന് കഴിയും എന്ന് രാത്രിയിൽ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കണം. അടകന്തരം, അരികാമനം, അലവേദനം, ചുടിമാതരം, മുരകുന്തുവി, കപാടിവട്ടം, കാൽമരമട്ടം, മാർമരമട്ടം, അരകന്തലാജ, ഗനാദികഷന്ത, ദൂരരീജം, വേദഗീതം, ആതുകമ്പ, നിലംബരം, പതനകടം, മരകത്തനം, മുടികുമ്പ, ചെത്തുമട്ട്, വത്തിവേര്, വെക്ഷിവട്ട്, വീജിഘട്ടം, വിലംബരം, ചരകത്തനം, കടകന്തരകസി, ഖമർ, കച്ചിയ, കാന്തിയ, കാലാമനാദി, കാടമ്പടി, കാവനാപ്പട്ടി, കാലപ്പട്ടി, വേലാപ്പട്ടി, മൂടാച്ചുട്ട്, ചൂരാത്തട്ട്, വീരാത്തട്ട്, വരികെട്ടി, വെല്ലുവിളികൾ ഉടപരകക്ഷകസ്ഥന ചിലരുടെ മുൻപിൽ നിൽക്കുന്നു. എന്നാൽ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ എൻ്റെ ദിനം പ്രാർത്ഥിക്കാനും ആത്മാവിൽ പോരാടാനും തയ്യാറായാൽ അടപര കരകക്ഷകസ്ഥര ജലാതികടകസി ഉടവര നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇനി ആ വെല്ലുവിളികൾ നീണ്ടു പോകാൻ അനുവദിക്കാതെ
ഉടവരകസ്തര ജഹൽക്കടകജന. ദൈവം ചില വിഷയങ്ങളെ ഏറ്റെടുത്ത് ഇതുവരെ അടിച്ചുകൊണ്ടിരുന്ന ചില പ്രതികൂല കാറ്റുകൾ അത് പ്രാണന് നേരെ, അത് നന്മയ്ക്ക് നേരെ, അടകാരഹൽക്കടകക്ഷിക സന്ദർജല ഘടകസി അടാരകഥനാദി അത് ആരോഗ്യത്തിന് നേരെ, അപർജാരം അരവേദം അടവീഷം അധകസ്ഥം അർജനജഗതനം ജീകതനാദി അത് കുടുംബജീവിതത്തിന് നേരെ വ്യത്യസ്തമായി അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാറ്റുകളെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിർത്തലാക്കിയിട്ട് ഉടിക്ക് ഉലുമ്പി ആമ്പി ആലം ആലപ്പം ആദരം ആന്തകം അർദ്ധമജകം അന്തരം അക്ഷകഞ്ചസ്തരാദിയാന ചിലതൊക്കെ തിരിച്ചു വീശി ഉടപാലഘടക സ്തരീ ദേവലപ്പടകം ഉണങ്ങിയതുപോലുള്ളതിനെ പച്ചയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് പൊതുവിൽ ദൂത് പറയുന്നു. ഉടംബലം ജുലകക്ഷമച്ചസ്കരക്ഷനസ്തരാധനാദി ഉടകഞ്ചവരം അടകഞ്ചകരം അതിനോടുള്ള ബന്ധത്തിൽ ആത്മാവ് പറയുന്ന ദൂത് യഗസ്കേൽ പ്രവചനം 37 ഞങ്ങളുടെ ഉടപരകസ്ഥരാജനാദി ഉടപരകസ്ഥരാജകന പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണങ്ങിയ അസ്ഥികളാണ് അടകലഘടകക്ഷനാദി. എന്നാൽ ആ അസ്ഥികളിൽ ഞരമ്പും ആ അസ്ഥികളിൽ മാംസവും ആ അസ്ഥികളിൽ ത്വക്കും പിടിപ്പിച്ച് അതിനെ ജീവനുള്ള സൈന്യമാക്കി മാറ്റിയതുപോലെ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ഡ്രൈ ആയ വിഷയത്തിനകത്ത്, മരിച്ചുപോയതുപോലെയുള്ള വിഷയങ്ങൾക്കകത്ത്, മനുഷ്യപുത്രായ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദ്യമുള്ള വിഷയങ്ങൾക്കകത്ത് ജിലംബരാദി ഹത്തുൽ കൺമറി കാനിവേനഗന്ധം ചൂടകമ്പൽ കടകജനാദി ദൈവപ്രവൃത്തികൾ അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ധീരാരകം ധീരാരകം ധീരാരഗന്ധം ജൂഢമാലകത്വം മടമ്പുലികേതം മടമന്തര ജഗക്ഷന. ചിലർ പ്രാർത്ഥനാ മുറികളിലിരുന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു. പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നു, ഇനിയും ഇത് രക്ഷപ്പെടുമോ, ഇനിയും ഇതിന് ആമേൻ ഉടപരകസ്ഥന ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന്. എന്നാൽ ആത്മാവ് പറയുന്നു, ഉടപാലകച്ചനാധികന ഇതുവരെ അടിച്ച കാറ്റ് അല്ല ഇനി അടിക്കാൻ പോകുന്നത്. വ്യത്യസ്തമായ വിടുതലിൻ്റെ ചില കാറ്റുകൾ ആത്മാവ് അടിപ്പിക്കും. അതിനുവേണ്ടി ശക്തിയോട് ഈ ദിവസങ്ങളിൽ സ്തോത്രം ചെയ്യാൻ ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ചിലരുടെ കണ്ണുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾക്കായി ആശുപത്രികളിൽ പോയി കണ്ണുമായി ബന്ധപ്പെട്ട് ജുവൽക്കടകക്ഷകസി ആന്തലാചകന രോഗശക്തികൾ ഇട്ട് ഞെരിക്കാൻ നിൽക്കുന്ന പോരുകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളാൻ ആത്മാവ് ദൂത് പറയും. എന്നാൽ അതിൻ്റെ മേൽ ജയം തന്ന ദൈവാത്മാവ് നട അലപ്പാലം ഭാരത്തുലി കടുമ്പി കാരി മോലത്തോരുമി കടുമി കടുമിനി രാജകരസ്ഥാന രാജു എന്ന ഡിവൈസിലുള്ള ആളിനോട് ദൈവാത്മാവ് ഇടപെടുന്നത് ജിതകണ്ഠകട്ടിയാരച്ചാരകസ്തരാജകൽക്കടക ജനതകക്ഷസ്. അല്പം കൂടെ കരയണം, അല്പം കൂടെ പ്രാർത്ഥിക്കണം. ജുഡകന്ധര എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കേണ്ട. ഉടപരജഗതന പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. പുതിയതൊന്ന് ചെയ്ത് നടത്താൻ ഞാൻ ശക്തനാണ്. നീ ജാരജാലകസ്ഥൻ, നീ വിചാരിക്കുന്നത് പോലെ എല്ലാം തകർന്നു പോകത്തില്ല. അടവരകസ്ഥന പുരാതനായ ദൈവം നിന്റെ സംഗീതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന വചനം ആത്മാവിടപെടുകയാണ്. ഉടബല കടകട്ടി കലംബലകജന രാത്രി 2 മണി മുതൽ 3 മണി വരെ 1 മണിക്കൂർ അലാറം വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഉടബൽ കടകട്ടകന പിടികിട്ട പുള്ളി പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളെ ആത്മാവ് ഉടപരകസ്ഥന ധീരജാന പൊക്കിക്കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിൽ തന്ന് നിനക്ക് അനുകൂലമാക്കി മാറ്റി മാനിക്കും. അടഞ്ചടാ ജീത്താർ ഇക്കാല സിയാമ സിയാല തുനാദിയ പ്രസാദ് അങ്ങനെ പേരുള്ള ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജിലം പലദൂരം കടകട്ടകന തുരക്ഷരന്തനാദി നിനക്ക് കൈക്ക് ഒതുങ്ങാതെ നിന്റെ കയ്യിൽ വരാതെ നീയുമായി ഉടവൻ അടുക്കാതെ നിൽക്കുന്ന വ്യക്തികളെയും വിഷയങ്ങളെയും അടുപ്പിച്ചു കൊണ്ടുവന്ന് ഉടവരകസ്ഥന നന്മയാക്കി മാറ്റുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അരം ബലം തിരം കഥന കടകണ്ടി കട്ടികാരൻ ജാനസ്ഥന വാദപ്രതിവാദത്തിനൊന്നും നിൽക്കണ്ട. പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചാൽ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചതുപോലെ നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ജീവൻ പകർന്ന് ഞാൻ മാനിച്ച് നടത്തും. 9-ാം മാസം പ്രത്യേക പ്രാർത്ഥിക്ക്. ഉടപതീര അരഗതിപ ലഘപതിരി വടവേദികന്ധന ചിലത് അസ്തമിച്ചിട്ടില്ല.
ഇനിയും ഒരു കാറ്റടിക്കുമ്പോൾ ഉടവരകശകസ്തരക്ഷരാധന ശാസ്വമേ 4 കാറ്റുകളുടെ മേൽ ഊതുക എന്ന് പറഞ്ഞപ്പോൾ അത് ഊതി, അത് ജീവിച്ചു, അത് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്നതുപോലെ ആത്മാവിൻ്റെ ജനത്തെ നിവർന്നു നിൽക്കാൻ ഇടയാക്കും. 37:10 യഹസ്കേൽ ആ വചനം, അധ്യായത്തിലെ വചനം ആത്മാവ് ഇടപെടുന്നു. ഏൽപ്പിക്കട്ടെ പ്രവർത്തിപ്പാൻ എൻ്റെ കാര്യം കൂടെയുണ്ട്. അഞ്ചോരം അഞ്ചരം ഇന്ധരമാതി വേദഗന്ധനപ്പടി മൂതക്കാത്തി മേട്ടി മീര ചാനകസ്തനാദി യുടകമ്പല ജെയിംസ് പാസ്റ്റോട് ആത്മാവ് ഇടപെടുന്നത്. അടബലകരകന്തൽ കടകട്ടകരകസ്തര മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ചുടൻ ചടം തിരം കതിര കടകണ്ഡം ആവലപ്പണ്ടമരം ആരവചന ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന വചനം ദൈവാത്മാവ് പത്രോസിനോട് പറഞ്ഞത് ഇടപെടും. ചുടികതുരം കാരവേദം കാരമലകത്തുരച്ചനസ്തനം അണ്ടകട്ടി കലംപട്ട് വിലമ്പട ചുടകട്ടകനാഥ് ഉടപരചകട്ടകനാഥിന് പ്രതീക്ഷകൾ കൈവിടണ്ട. പ്രാർത്ഥനയോടെ പോരാടുമ്പോൾ ചിലത് അകന്നു പോയത് അടുത്തു വരും. അടവരകസ്തര ധീരജാലഗന്ധം ജീവൽപടകക്ഷമച്ചസ്തരാതി ചില പച്ച പിടിക്കുന്ന അവസ്ഥകൾ. ഉടവരകസ്തര ധീരജാന തലമുറകളിലും നന്മകളിലും ആത്മാവ് വരുത്തിയിടും. ദിരകം തരകം 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 തകരം ധീരകഥന പെൺതലമുറയ്ക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കട്ടെ. പെൺതലമുറയിൽ ഒരടയാളം നന്മയ്ക്കായി ഞാൻ ചെയ്യും. ഉടിക ദൂരധാര അത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുമാർ ആത്മാവ് ഇടപെടുന്ന നാളുകളാണ് മുൻപിലുള്ളത്. അത് കുടുംബജീവിതത്തിൽ ഒരടയാളം വെളിപ്പെടും, നന്മയിൽ അവകാശത്തിൽ ഒരടയാളം വെളിപ്പെടും. ആ 2 വിഷയത്തിനായി പ്രാർത്ഥിച്ചുകൊള്ളാനും സ്തോത്രം പറയാനും ദൈവാത്മാവ് ദൂത് പറയുന്നു. ഏൽപ്പിക്കട്ടെ പ്രവർത്തിപ്പാൻ എൻ്റെ കരം കൂടിയുണ്ട്. ഉടിയാര ഗതി കരന്തി കലത്തി കാട് മാച്ച തൂരി കുടുമി കർമ്മി തെരി പട്ടു വാച്ചം വീത്തു മാത്തു മീത്തു മൂരത്തുരം തരത്തരകതര കടകട്ട കരകത്തരാധനാർ രൂത്ത് ആ സിസ്റ്ററോട് ആത്മാവ് ഇടപെടുന്നു. നീ പുറത്തു വരാൻ കഴിയാത്തതുപോലെയുള്ള ചില വിഷയങ്ങളുണ്ടെങ്കിലും ഉടവര അരാധകന ധീര ലാസറി പുറത്തു വരിക എന്ന് പറഞ്ഞ് ഉടവരകസ്തരാധകനാദി മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ വിഷയത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചിലത് പുറത്തു കൊണ്ടുവന്ന് മാനിപ്പാൻ ഞാൻ ശക്തൻ. അന്തി ആലക്കി എമ്പിലി ആടിമി ഈർമി ലഗാത്തിയ മടാന നിന്റെ മനസ്സ് കലങ്ങിയതാണ്. ചുടബല ഘടകജനാദി രീജം പാദവേദകസ്ഥനം എന്നാൽ ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജപൻ തലക്കടകച്ചക സന്തം ജൂഡം പരകച്ച പരജഹൽ കടകതനം നിന്റെ മുൻപിൽ യുദ്ധങ്ങളുണ്ട്, ആത്മയുദ്ധമുണ്ട്. പ്രാർത്ഥനയിൽ പൊരുതിക്കൊള്ളണം. സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നെ ഞെരുക്കാൻ നിൽക്കുന്ന ചില വിഷയങ്ങളും വ്യക്തികളുമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ഞാൻ നിന്റെ മുഖം ഉയർത്തും. ഉടവരകജല ഘടകക്ഷകന നീ അറിയാത്തത് നിന്നെക്കുറിച്ച് പറഞ്ഞ് നിന്നെ കുറ്റക്കാരിയാക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ നീതിയെ പ്രകാശം പോലെയും നിന്റെ രക്ഷയെ കത്തുന്ന വിളക്കുപോലെയും വിളങ്ങി വരാൻ തക്കതുപോലെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കിടിവിലകട കട്ടികരകത്തര ചുരന്തരകസ്തരാതി ദീപന്തവരം ബദരഘടകത്തകന്ത അർമ്മജകത്തട്ടി മരച്ചലം അടകംബരം ഇരകമ്പം ദുരകന്ധരം സാമ്പത്തിക മണ്ഡലത്തെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു കൊള്ളണം. നന്മയ്ക്ക് ചോർച്ച വരുത്താൻ മാറ്റിക്കളയാൻ നിൽക്കുന്ന ശത്രുവുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയും. ഉടകാ വൽക്കാട് ഉഗനാഥനാദി കണ്ടര നിന്റെ കൈകൊണ്ട് വാങ്ങുന്നത് നിനക്ക് ഉപകാരപ്പെടാതെ അത് മറുകൈയായി പാറ്റിക്കളയുന്ന പൈശാചിക പോരുകളെ ശാസിച്ച് നീ പ്രാർത്ഥിക്കട്ടെ. പ്രവർത്തിപ്പാൻ കാര്യം കൂടെയാണ്. ഉമ്പരാടകരം തുരം തുരത്തലിക്കാൽമിടി കയറ് മനസ്സിനാദിയാനശ്രീ ദിവണ്ട ദിവന്ത രകട്ട മരിക്ക രകലി ബടിക്ക് വേല ബിൻസി വർഗീസ് ആ സിസ്റ്ററോട് ആത്മാവ് ഇടപെടുന്നത്. ചില ഉൾഭയങ്ങൾ വിട്ടുകളയട്ടെ. അരുതാത്തതൊന്നും സംഭവിക്കത്തില്ല. ഉടപറഞ്ഞ തലയിലെ ഒരു രോമം നിലത്ത് വീഴണമെങ്കിൽ ഞാൻ അറിയണം. ഇടവാരബന്ധലാദിഘട്ട മലകത്തനാദി ആലത്തോ ലേഖത്തലാജി കതി കടുംബി ഉർമിയ താൽ വൈറ്റ് നോഡലാരകക്ഷക സീവ ദേവന്തര ജഗത്തന എരികോക്കോട്ട അടച്ചുറപ്പാക്കിയെങ്കിലും അത് വീടും, ആ മതിൽ വീടും. ആർപ്പിട്ടാൽ നിന്നെ കടത്തത്തില്ലെന്ന് പറയുന്ന ചില മതിലുകളെ ഇടിച്ച്
ഇടപരകസ്ഥരാധനാദി നിനക്കവകാശമായി വരേണ്ടതും തരേണ്ടതുമായ മണ്ഡലങ്ങളിലേക്ക് കാലുകുത്തി ചിലത് അവകാശമാക്കാൻ ദൈവാത്മാവിടയാക്കും. ചിലതര അല്പം കൈപ്പുണ്ട്, എന്നാൽ അത് മധുരമായി മാറും. ചിതകന്തല ഘടകട്ട കരകസ്ഥരാധനാദി ജൂഡിപം പരമ്പതിനാദി ഷകന്തമ്പം പരവന്തം അടകച്ചം ഇരകത്തനം ആടിവേദം ഏതഘട്ടം ഉലുമ്പര ചലാദി കടമി കർമ്മി കലി ബടകക്ഷനാദി സംശയിക്കണ്ട, വിഷയങ്ങളിൽ സംശയിക്കണ്ട. പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന സംശയം. എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവൻ, എങ്കലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് യോഹന്നാൻ സ്നാപകനോട് ഇടാരകഥന കർത്താവ് പറഞ്ഞ വചനം ഓർപ്പിക്കുന്നു. നീ സംശയിക്കരുത്, ഇടറരുത്. ഇടവരബദല ഘടകത്തരാജി ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ഉടവരകസ്ഥര വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ആത്മാവിൽ നീങ്ങിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചില പ്രാർത്ഥനയുടെ മറുപടി ഈ ആണ്ടിൽ വെളിപ്പെടും. യുടകര ഗജല ഘടക ശമനസ്തരക്ഷര ഗന്ധം അത് നീങ്ങിപ്പോകത്തില്ല. ഇനി അത് നീക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അത് വെളിപ്പെടും. ഇതുവരെ അടിച്ച ചില പ്രതികൂല കാറ്റുകളെ ആത്മാവ് ആമെ ശാസിച്ചിട്ട് ആമെ അനുകൂലമാക്കി കാറ്റടിപ്പിക്കും. ദിവസങ്ങൾ പ്രാർത്ഥിച്ചു പ്രവർത്തിപ്പാൻ എൻ്റെ കരം കൂടെയുണ്ട്. ുരന്തുരന്തരന്തരഗതനാദി അരപരപ്പതി വാരപത്തരത്തരത്തൽ കൺമറിക്കാൻ വേനകതനാതകന. ജോയലിനോട് ദൈവാത്മാവ് ഇടപെടുന്നത്, നീ വിശ്വാസത്തിൻ്റെ കുഴികൾ വെട്ടണം. നിൻ്റെയും മനസ്സ് ഉടപരകഥന പതറുന്നുണ്ട്. ഉടപരകഥന എനിക്ക് ചിലത് കഴിയുമോ എന്ന് നീ ആശങ്കപ്പെടുന്നു. എന്നാൽ കുമ്പുകാട്ടിൽ പിടിപെട്ട ആട്ടുകൊറ്റൻ്റെ കരുതൽ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവാത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ഉടപരകസ്തരാജഗന്ധരാജേഹൽ ഘടകതരം അന്യദേശത്ത് ആമെ രഹബോത്ത് എന്ന് പേരിടത്തക്കതുപോലെ ഞാൻ നിനക്ക് വേണ്ടി ഉറവ തുറന്ന് മാനിക്കും. 3 മാസം കൂടെ നീ ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. നിന്റെ നിലനിൽപ്പിനെതിരെയുള്ള ചില പൂരികളുണ്ട്, അത് ഞാൻ പൂർണ്ണമായി അഴിക്കും. അതഴിയും, അതിൻ്റെ വേര് ഞാൻ അറക്കും. അട്ടകട്ടി കലകടകട്ടനാദി പോയതുപോലെ നീ തിരിച്ചു വരണം എന്ന് പറയുന്ന വ്യക്തികളും വിഷയങ്ങളുമുണ്ട്. പക്ഷേ അത് ഞാൻ അനുവദിക്കത്തില്ല. ജോൺസന് വേണ്ടി പ്രാർത്ഥിച്ചു. അടവര കട്ടി കാട്ടി കാലുമി കേമി കേരം മത്തിപ്പിട്ട് വെച്ച തനി കെട്ടിയാന നിനക്ക് വെച്ച കെണി ഞാൻ തിരിച്ചുവിടും. യുടിമ്പരത്ത മൂരത്തോൽമറിക്കാന വൈഡി വേശിവേദഗന്ധരം ഉടവരജകക്ഷകസ്ഥര ജനാധിഘടക. നീ ആയിരിക്കുന്ന രാജ്യത്ത് തന്നെ ഞാൻ നിനക്ക് വേണ്ടി ഉറവകൾ തുറന്ന് നിന്നെ സ്ഥിരപ്പെടുത്തി മാനിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട്. തിടുക്കത്തിൽ ഉടവരകസ്ഥന നീ ഒന്നും ചെയ്യരുത്. സഹിഷ്ണുതയോടെ പ്രാർത്ഥനയോടെ ആമേൻ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ദൈവാത്മാവ് ദൂത് പറയുന്നു. ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ കരം കൂടെയുണ്ട്. ബ്രഹാച്ചാനോട് ആത്മാവ് ഇടപെടുന്നത് ഇടപരകര കട്ടി കരകന്ധര കക്ഷകസ്ഥരാതീയാലപാതനാദി ഉടവര ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ഞെരുക്കുന്ന ചിന്തകളും രോഗത്തിൻ്റെ പൂരുകളും ഉണ്ടെങ്കിലും അധൈര്യപ്പെടാറ് സ്തോത്രം പറയാൻ ആത്മാവ് ദൂത് പറയും. കല്ലലഹത്തിൽ ചിയ താറഹുനി സിക്ക മീനാസൂര ദൂന ദീന യാമ ദാന വേര വേന്ത രഗാത്തിയ മിട്ടാന സിയാന. ഏലിയാവ് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7ാം പ്രാവശ്യമാണ് കൈയുടെ മേഘം കണ്ടത്. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നുള്ള മറുപടി അല്ല. ഉടവരൂകി താരു മതിലി കടുമ്പി കർമ്മി കച്ചനാത്തനാദി. ആദ്യത്തെ പ്രാർത്ഥന പെട്ടെന്നുള്ള മറുപടിയായിരുന്നു, തീയിറങ്ങി. അതിന് 7 പ്രാവശ്യം വേണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യാൻ 7 പ്രാവശ്യം നോക്കേണ്ടി വന്നു. എന്നതുപോലെ ചില വിഷയങ്ങളിൽ അല്പദൈർഘ്യം വരുന്നത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ചിതകണ്ഠം കടികണ്ഠം കരകാതനക്കടകട്ടി ഘട്ടം മല്ലും തെല്ലും പല്ലും തല്ലും താരും താരി താര തേര തേര തോര താന തിരാതരാന. ഉടവരജകക്ഷ ഇറച്ചി വർഗ്ഗങ്ങൾ ഉടവരകസ്ഥൻ അല്പം സൂക്ഷിച്ചും അല്പം വെയിറ്റ് ചെയ്തും കഴിക്കട്ടെ. ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അരകതരാത ഗനാതരാത അത് ഉദരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. മുടബന്ധുരകത്തര കഞ്ചര കെട്ടിയാനാദി അതിലെ മസാലകളും അതിൻ്റെ ഇറച്ചി വർഗ്ഗങ്ങളും അല്പം അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അത് നിമിത്തമുള്ള ചില പൂരുകൾ ശരീരത്തിലുണ്ട്. അല്പം വെയിറ്റ് ചെയ്ത് പഥ്യമാക്കാൻ, ഉദരം പഥ്യമാകട്ടെ എന്ന് ആത്മാവ് ദൂത് പറയുന്നു. കരാജനി ജലാമനി മലന്തുരി കലന്തുരി കലന്തുരി കുടുംബുരി കരമട്ടി മുർമട്ടി മർമരേതം പടവാദം കടവേഷ മതകസ്ഥര ക്ഷന്തരാജനാദി ജീവൽപൗടജാന. ഈ ആണ്ടിൽ തന്നെ ചില ശമനങ്ങൾ
പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളിലുണ്ടാകും. അതുകൊണ്ട് ധൈര്യത്തോടിരിക്കാൻ ദൈവാത്മാവ് എന്ന് പറയുന്നു. ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ എൻ്റെ കാര്യം കൂടെയുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം. ആമേൻ. എല്ലാം പ്രതികൂലമായി അടിക്കുന്ന കാറ്റാണെങ്കിലും സ്തോത്രം, കരിച്ചും ഉണക്കിയും ആമേൻ ചെതറിച്ചും ക്ഷീണിപ്പിച്ചും ആമേൻ വറ്റിച്ചും കവർന്നുമൊക്കെ കളയുന്ന കാറ്റാണെങ്കിലും ആമേൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ അത് വഴി തുറക്കുന്ന കാറ്റായി, വായ്ത്തത്വം നിവർത്തിക്കുന്ന കാറ്റായി, അക്കരെ കടത്തുന്ന കാറ്റായി, ആമേൻ വെള്ളം ചിറ പോലെ നിൽക്കുന്ന കാറ്റായി, ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തുന്ന കാറ്റായി അത് മാറി. ആ കണ്ട 30 ലക്ഷം ജനം മാത്രമല്ല അത് വിശ്വസിക്കുന്നത്. ആമേൻ. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നു. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ആ വിടുതലിൻ്റെ വാർത്ത അവരുടെ അധരം കൊണ്ട് 1000 വട്ടം ഉരുവിട്ട് പ്രാർത്ഥിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ആമേൻ. ചിലതൊക്കെ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാൽ നിരാശയായിരിക്കും. വീടിനകത്തോട്ട് നോക്കിയാൽ നിരാശയായിരിക്കും. ചുറ്റുപാടുകളിൽ നോക്കിയാൽ, സഭയിൽ നോക്കിയാൽ, സഹോദരങ്ങളിൽ നോക്കിയാൽ എല്ലാം ഒന്നും നമുക്ക് പറയാനായിട്ട് ആശ്വാസത്തിനൊന്നുമില്ല. പക്ഷേ ദൈവം ഒരു കാറ്റടിപ്പിക്കുമ്പോൾ അതെല്ലാം അനുകൂലമായി മാറും. വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇന്ന് രാത്രിയിൽ നമുക്ക് വിശ്വസിക്കാം, എല്ലാം പ്രതികൂലമായാലും അതിൻ്റെ നടുവിലും അനുകൂലമായൊരു കാറ്റ് ദൈവം അതേ വിഷയത്തെ തന്നെ അനുകൂലമാക്കി മാറ്റി മാനിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. പ്രിയ എബ്രഹാങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വകപിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സുംറാറ്റോമിൽ പ്രകാരം ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഹല്ലേലൂയ സ്വർഗമേ അങ്ങ് ഭാഗ്യം ഒരുക്കി തന്നതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങൾ എത്തിനായ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അഭിഷക്തനെ അങ്ങ് ഹല്ലേലൂയ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചനായ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇതാ അനേക കാര്യങ്ങൾക്ക് കർത്താവെ പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത ഓരോരുത്തരെയും പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി തിരുസലിലേക്ക് താഴ്ത്തിത്തരുന്ന കർത്താവെ. പ്രത്യേകിച്ച് അഭിഷക്തനെ കുടുംബമായി തിരുസലിലേക്ക് താഴ്ത്തിത്തരുന്ന കർത്താവെ. ഹല്ലേലൂയ. തന്റെ മകൾ കൂടി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കിഴക്കൻ കാറ്റ് ഹല്ലേലൂയ പലപ്പോഴും കരിച്ചു കളയുന്നത്, പാറ്റിക്കളയുന്നത്, ഹല്ലേലൂയ ഉണക്കിക്കളയുന്ന ഹല്ലേലൂയ അങ്ങനെ പല രീതിയിൽ കർത്താവെ നാശം വിതയ്ക്കുന്ന കാറ്റാണെങ്കിലും ഹല്ലേലൂയ ഈ കാറ്റ് കർത്താവെ ഹല്ലേലൂയ ഈ കാറ്റിനെ കൊണ്ട് തന്നെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതലുകളെ കൊണ്ടുവരുന്ന ദൈവമാകയാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ അപ്രകാരം കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് വിടുതൽ നൽകിയെങ്കിൽ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഉണർന്ന് പ്രവർത്തിക്കുന്നവനാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോസഫിന് ഹല്ലേലൂയ ദർശനം കൊടുത്ത് ഹല്ലേലൂയ കാരാഗ്രഹത്തിലാക്കി എങ്കിലും ഹല്ലേലൂയ ആ ദർശനത്തിൽ കൂടി തന്നെ കർത്താവേ ഹല്ലേലൂയ യോസഫിനെ വിടുവിക്കുവാൻ അങ്ങേക്ക് ഹല്ലേലൂയ മനസ്സ് തോന്നിയെങ്കിൽ കർത്താവേ ഈ നാടുകൾ ഞങ്ങൾ പ്രതികൂലമെന്ന് കരുതുന്നത് ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്നതാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവേ വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് ഓരോരുത്തരോടും കർത്താവെ നൽകി ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ആവശ്യത്തിന് എന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നതാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ നാളിൽ നിന്റെ മനെ കൂടുതൽ വീണ്ടും ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ജീവിതങ്ങൾക്ക് വിടുതലായി തരുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗമേ അങ്ങ് ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മനഭായ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് സ്വർഗ്ഗമേ അങ്ങ് മറുപടി കൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവേ അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗ്ഗമേ ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട ഓരോരുത്തരുടെയും വ്യക്തിപരമായും കുടുംബപരമായുള്ള ആവശ്യങ്ങളെ അറിഞ്ഞ് സഭാപരമായുള്ള ആവശ്യങ്ങളെ അറിഞ്ഞ് അങ്ങ് വിടുതൽ കൽപ്പിക്കുന്ന ആകയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ പല വിഷയങ്ങളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. എന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗ്ഗമേ ഇടയാക്കി തീർക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥനകളെ കേട്ടനായ സ്തോത്രം മറുപടികളെ കൽപ്പിച്ചിരിക്കാനും സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ.
ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നമ്മുടെ കൂടെ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആം. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സമാധാനം. ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ മീറ്റിംഗിൽ സംബന്ധിച്ച ദേവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ വിശേഷാൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.